വെറും 23 വയസ്സുള്ള യുവാവ്, ക്രിമിനൽ പശ്ചാത്തലമില്ല, നടത്തിയത് 5 ക്രൂരമായ കൊലപാതകങ്ങൾ. കൊല്ലപ്പെട്ടവരെല്ലാം കുറ്റവരും. അമ്പരപ്പിക്കുന്നത് കൂട്ടക്കൊലയ്ക്ക് ശേഷവും കുറ്റബോധത്തിൻ്റെയും വേദനയുടെയും കണിക പോലും ആ ചെറുപ്പക്കാരനിൽ ഇല്ല. എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്? വെഞ്ഞാറമൂട് കൂട്ടക്കൊല പോലുള്ള സംഭവങ്ങളിലേക്ക് എന്താണ് നയിക്കുന്നത്? മുതിർന്ന മനോരോഗ ചികിത്സകൻ ഡോക്ടർ കെ.എ. കുമാർ പറയുന്നു. ഇത് വെച്ച് നോക്കിയാൽ ഈ വെഞ്ഞാറമ്മൂട്ടിലെ ആ പയ്യന് ഒരു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഉണ്ട് എന്ന നിഗമനത്തിലെത്താനുള്ള ഒരു കാരണവുമില്ല. അവൻ ഒരു സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആളാണ്. കുട്ടികൾ കൗമാരകാലത്തിലൊക്കെ ഉള്ള പല ഗെയിമുകളിലും ഒരു എലിമെന്റ് ഓഫ് വയലൻസ്, ആ ഒരു ഇത് ഇങ്ങനെയുള്ള എന്തെങ്കിലും മോഡലിങ് മനസ്സിൽ കിടന്ന് ഉണ്ടായതാകാനാണ് സാധ്യത. നമ്മുടെ മനസ്സിനെ അമ്പരപ്പിക്കുന്നതല്ല, മരവിപ്പിക്കുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വെഞ്ഞാറമൂട് നടന്നത്. അതെ. വെഞ്ഞാറമൂട് കൂട്ടക്കൊല. അതെ. അതിന്റെ പ്രതി 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ചെറുപ്പക്കാരന് പറയാൻ പറ്റില്ല, കൗമാരം കഴിഞ്ഞ ഒരു കുട്ടിയാണ്. അതെ. ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടേ ഇല്ല. ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ചരിത്രവും ഹിസ്റ്ററിയും ഇല്ലാത്തൊരു ചെറുപ്പക്കാരൻ. കൊലപ്പെടുത്തിയത് ഏറ്റവും പ്രിയപ്പെട്ടവരെ, അനിയൻ ഉൾപ്പെടെ, കാമുകി ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെയാണ് കൊലപ്പെടുത്തിയത്. ഈ കുറ്റകൃത്യത്തിന്റെ മനഃശാസ്ത്രം എന്തായിരിക്കും സാർ? എങ്ങനെയാവും ഈ കുട്ടി ഈ ക്രൈമിലേക്ക് എത്തിച്ചേർന്നത്, ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്? വാസ്തവത്തില് ഈ സംഭവം കുറ്റകൃത്യത്തിന്റെ മനഃശാസ്ത്രം ഒരുവിധം നിരന്തരം നിരീക്ഷണം നടത്തുന്നവർക്കും പഠിക്കുന്നവർക്കും പോലും അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ളതാണ് ഈ വെഞ്ഞാറമൂട് സംഭവം. കാരണം നമ്മൾ കുറ്റകൃത്യങ്ങളുടെ മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ഏരിയയാണ്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, മനഃശാസ്ത്രം തന്നെ പൊതുവെ ഒരുപാട് നിഗൂഢതകളും ഒക്കെ ഉള്ള ഒരു ശാസ്ത്രമാണ്. അതിലൊരു എന്തോ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുന്നതാണ് ഇപ്പൊ മനഃശാസ്ത്രം. കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരുപാട് ഇരുട്ടും കുറെ നിഴലുകളും ഒക്കെ ഉള്ളതാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർന്ന് കുറ്റകൃത്യത്തിന്റെ മനഃശാസ്ത്രം എന്ന് പറയുമ്പോൾ അതിലൊരു നിഗൂഢതയുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേരിട്ടറിയാൻ പറ്റത്തില്ല. പിന്നെ രണ്ടാമത്, ഒരു കുറ്റകൃത്യം നടക്കുന്ന സമയത്ത് ഒരാളുടെ മനസ്സ് എങ്ങനെയാണെന്ന് ഉള്ളത് നമുക്കൊരു ഇൻഫറൻസ് മാത്രമേ പറ്റുള്ളൂ. നമുക്ക് ആർക്കും അതിൻ്റെ ഒരുപക്ഷെ കുറ്റവാളിക്ക് പോലും അത് പൂർണ്ണമായിട്ട് അറിയാൻ കഴിയുമോ എന്നും അറിയത്തില്ല. പക്ഷെ എന്തായാലും നമ്മൾ എല്ലാം അതിനു മുമ്പുള്ള അയാളുടെ ചരിത്രവും അതിനുശേഷമുള്ള പെരുമാറ്റവും കുറ്റകൃത്യത്തിന്റെ സാഹചര്യവും ഒക്കെ നോക്കി അറിയാമല്ലോ. മെൻസ് റിയ ആൻഡ് പിന്നെ എന്ന് പറഞ്ഞ്, അതായത് കുറ്റകൃത്യത്തിന് കൃത്യത്തിലെ കുറ്റം പിന്നെ മനസ്സിലെ കുറ്റം, ഈ രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഒരു ക്രിമിനൽ ആക്ട് വരുന്നത്. ആക്ടസ് റിയ ആൻഡ് മെൻസ് റിയ എന്നാണ് പറയുന്നത്. ആക്ടസ് റിയ എന്ന് പറയുന്ന കുറ്റകൃത്യം ഉൾക്കൊള്ളുന്ന ഒരു അക്രമ സ്വഭാവം അല്ലെങ്കിൽ അതിന്റെ ക്രിമിനാലിറ്റി. മെൻസ് റിയ എന്ന് പറയുന്ന അതിന്റെ പശ്ചാത്തലമാകുന്ന മാനസിക പശ്ചാത്തലം, അതിലെ കുറ്റത്തിന്റെ അംശം. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ക്രിമിനൽ ലോ കുറ്റകൃത്യത്തെ ഡിഫൈൻ ചെയ്യുന്നത്. ഈ സംഭവം അപ്പോൾ എല്ലാ കാലത്തും കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലം അതിലൊരു ചെറിയ പെർസെൻറ്റേജ് ഓഫ് കേസസ്, ഒരു ചെറിയ ശതമാനം കുറ്റകൃത്യങ്ങളിൽ നമുക്ക് പിടികിട്ടൂല. നമുക്ക് മനസ്സിലാക്കി വെച്ചിട്ടുള്ള നിഗമനങ്ങളും സിദ്ധാന്തങ്ങളും ഒന്നും ചേരാത്ത തരത്തിലുള്ള ഒരു പശ്ചാത്തലം, അയ്യോ ഇങ്ങനെയും ഉണ്ടാവുമോ എന്ന് ഈ കുറ്റകൃത്യത്തിന്റെ മനഃശാസ്ത്രത്തിലെ സ്പെഷ്യലിസ്റ്റിന് പോലും തോന്നുന്ന കാര്യങ്ങളുണ്ട്. അത് ചെറിയ നമ്പറാണ്. അതിൽ പെടുന്ന ഒരു കേസാണ്
ഇത് ഈ തവണ ഈ വെഞ്ഞാറമൂട് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിന് പൊതുവെ രണ്ട് ആയിട്ട് ഞാനത് ഡിവൈഡ് ചെയ്യാം. ഒന്ന്, ബേസിക്കായിട്ട് മൗലികമായിട്ട് അടിസ്ഥാനപരമായിട്ട് ഈ വ്യക്തിയിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു കുറ്റത്തിൻ്റെ സാഹചര്യം, കുറ്റത്തിൻ്റെ പശ്ചാത്തലം. മറ്റൊന്ന്, അയാൾക്ക് ഇങ്ങനെ ഒരു പ്രേരണയോ പ്രവണതയോ ഉണ്ടെങ്കിൽ അതിനെ പ്രത്യക്ഷമാക്കുന്ന, അതിനെ പ്രായോഗിക തലത്തിൽ എത്തിക്കുന്ന മറ്റ് സാഹചര്യങ്ങളുടെ സ്വാധീനം. ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് കാണാം. അങ്ങനെ കാണുമ്പോഴാണ് ഇതിനൊരു ഒരു വ്യക്തത കുറേയൊക്കെ കിട്ടുന്നത്. അത് പിന്നെ ഈ രണ്ടും എടുക്കണം. ഒന്ന്, ദി ഇൻഡിവിജ്വൽ ഹു ഡസ് ദാറ്റ്, ഇന്റേണലായിട്ട് അയാളിലുള്ള കുറ്റവാളി അതെങ്ങനെ രൂപപ്പെട്ടു എന്ന്. രണ്ടാമത്, ഈ കുറ്റകൃത്യത്തിലേക്ക് അയാളെ നയിച്ച ഒരു മാനസിക സാഹചര്യം എന്താണെന്നുള്ളത്. ഈ രണ്ടും കൂടെ നോക്കുമ്പോൾ നമുക്കൊരു പിക്ചർ കിട്ടും. അതിൽ സാധാരണ വ്യക്തിയിലെ ഘടകങ്ങൾ രണ്ടെണ്ണമാണ്. ഒന്ന്, വ്യക്തിത്വ വൈകല്യങ്ങൾ, ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി, സൈക്കോപാത്ത് എന്ന് പറയുന്ന കുറ്റകൃത്യങ്ങളുടെ അക്രമവാസന അടിസ്ഥാനപരമായി മനസ്സിലുള്ള ഒരു പേഴ്സണാലിറ്റി. രണ്ടാമത്, അയാളുടെ മനസ്സിലുണ്ടാകുന്ന വിഘടനവും അത് മനസ്സിലുണ്ടാകുന്ന ഒരു സൈക്കോട്ടിക് ബ്രേക്ക് ഡൗൺ എന്ന് വെച്ചാൽ അതിൽ ഉന്നതമായ അല്ലെങ്കിൽ നമ്മുടെ മനസാക്ഷി എന്ന് പറയുന്നത് പിടിയിൽ നിന്ന് മനസ്സിൻ്റെ ക്രിയാംശം മാറിപ്പോകുന്ന അവസ്ഥ. അത് മാനസിക രോഗങ്ങളിൽ ഇത് തന്നെയാണ് ചിലപ്പോൾ ലഹരി ഉപയോഗിക്കുമ്പോഴും ഉണ്ടാകുന്നത്, ലഹരിശീലം. ഈ രണ്ടാമത് ഞാൻ പറഞ്ഞ മനസ്സിൻ്റെ ആ ഒരു സമതുലിതാവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാനിറ്റി നഷ്ടപ്പെടുന്ന ഒരു ചിത്തഭ്രമം, അത് സ്ഥിരമായി നിൽക്കുന്ന ചിത്തഭ്രമമാകാം, പീരിയോഡിക്കായിട്ട് വരുന്നതാകാം, നൈമിഷികമായിട്ട് വരുന്നതാകാം. ഈ ഒരു ഇതുണ്ട്. ഇത് വെച്ച് നോക്കിയാൽ ഈ വെഞ്ഞാറമ്മൂട്ടിലെ ആ പയ്യന് ഒരു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഉണ്ട് എന്ന് നിഗമനത്തിലെത്താനുള്ള ഒരു കാരണവുമില്ല. അവൻ ഒരു സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആളാണ്. അവന് ചെറുതോ വലുതോ ആയ കുറ്റകൃത്യങ്ങൾ അതിനു മുമ്പ് ഏർപ്പെട്ടിട്ടില്ല. സ്വന്തം കാര്യം സാധിക്കാൻ വേണ്ടി ആരെങ്കിലും ദ്രോഹിച്ച ഒരു ചരിത്രമില്ല. ഇതൊന്നും കാണുന്നില്ല. അപ്പം ഒരു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റിയുടെ ഒരു വശം ഇതൊക്കെ പിന്നെ ഡീറ്റെയിൽ എടുക്കുമ്പോഴേ നമുക്ക് വ്യക്തതയുള്ളൂ. പക്ഷെ പുറത്തു നിന്ന് മനസ്സിലാക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് അതിൽ അങ്ങനെ ഒരു പശ്ചാത്തലം കാണുന്നില്ല. സൈക്കോപാത്തിക് പേഴ്സണാലിറ്റി കാണുന്നില്ല. പക്ഷേ ഒരുപക്ഷെ ഇമ്പൾസായിട്ട് എന്തെങ്കിലും തോന്നിയാൽ നിയന്ത്രിക്കാനുള്ള കഴിവ് കുറഞ്ഞ ആളുകളുണ്ട്. ഒരു ഇമ്പൾസ് ഡിസ്കൺട്രോൾ ഡിസോർഡർ എന്ന് പറയും. അങ്ങനെ എന്തെങ്കിലും ഒരു വൾണറബിലിറ്റി ഇവനുണ്ടോ എന്നുള്ളത് ഒരു അടിക്കുറിപ്പായിട്ട് അതൊരു മെയിൻ തീസിസ് ആയിട്ടല്ല, വെറും ഒരു സാഹചര്യത്തിൽ വരാവുന്ന ഒരു പരിഗണനയായിട്ട് വിടും. രണ്ടാമത്, ഇവനൊരു ചിത്തഭ്രമം ടെമ്പററി ആയിട്ടെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? സാധാരണ ചിത്തഭ്രമത്തിന്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്ന പെരുമാറ്റങ്ങൾ ഒരു വിഡ്രോയൽ, എല്ലാവരിൽ നിന്നും ഉൾവലിഞ്ഞിരിക്കുക, പിന്നെ അവൻ്റെ സ്വന്തം കാര്യം നെഗ്ലക്റ്റ് ചെയ്യുക, ഇതൊക്കെയാണ് നമ്മൾ ബുദ്ധിഭ്രമത്തിൻ്റെയും ചിത്തഭ്രമത്തിൻ്റെയും കാര്യമായിട്ട് പറയുന്നത്. തനിയെ ഇരുന്ന് സംസാരിക്കുക, ആകാശത്ത് നോക്കി ആംഗ്യം കാണിക്കുക, അത് മിഥ്യാശ്രവ്യങ്ങൾ, ദാറ്റ് ഈസ് വിഷ്വൽ ഹലൂസിനേഷൻസ്, മിഥ്യാശ്രവ്യങ്ങൾ, അത് ഓഡിറ്ററി ഹലൂസിനേഷൻസ്, ഇതൊക്കെ ഉള്ളതായിട്ട് ആരുടെയും റിപ്പോർട്ടിലില്ല. ഇപ്പൊ അവനെ ഇത് കഴിഞ്ഞ് പിടിച്ചവിടെ ആശുപത്രിയിൽ ഇട്ടപ്പോഴും അങ്ങനെ റിപ്പോർട്ട് വന്നിട്ടില്ല. എനിക്കറിയില്ല, ഡീറ്റെയിൽസ് അറിയില്ല. അപ്പോൾ ഇവനൊരു മെന്റൽ ബ്രേക്ക് ഡൗൺ എന്ന് നമ്മൾ സാധാരണ ധരിക്കുന്ന ഒരു മാനസിക രോഗത്തിന്റെ പശ്ചാത്തലവും ഇതിൽ കാണുന്നില്ല. ഇത് രണ്ടും കാണാത്തത് കൊണ്ടാണ് ഈ കുറ്റകൃത്യം ഏറ്റവും ഭീകരവും നമ്മെ ഞടുക്കുന്നതും നമ്മളെ വിസ്മയിപ്പിക്കുന്നതും. ഇനി ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് നമ്മൾ ഓരോരുത്തരെയും സംഭ്രമത്തിലെത്തിക്കുന്നതുമായ കാര്യം. എല്ലാ രീതിയിലും സമൂഹത്തിന് അക്സെപ്റ്റൻസ് ഉള്ള ഒരു കുട്ടി, കുടുംബത്തിൽ എല്ലാ കാര്യങ്ങളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളൊരു കുട്ടി ഒരു ദിവസം വരികയാണ്. അതൊരു അസാമാന്യമായ. അപ്പം ഇനി നമ്മൾ പറയാനുള്ളത്, ഇനി അഥവാ ബാക്കിയുള്ള ഇൻഫ്ലുവൻസുകൾ എന്തായിരിക്കും?
ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ് ലഹരിയുടെ ഉപയോഗം തന്നെ. പ്രത്യേകിച്ചും ഏത് ലഹരിയിലും ഇതുണ്ടാകാം. ആൽക്കഹോളിലാണെങ്കിൽ ആൽക്കഹോൾ ഇൻഹിബിഷൻ മാറ്റും. അതായത് നമ്മളുടെ അഥവാ ഒരു തെറ്റായ ഒരു കാര്യം നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ ബ്രെയിൻ്റെ ഏറ്റവും വലിയ ഇൻഹിബിഷൻ, ബ്രെയിൻ്റെ ഏറ്റവും വലിയ ശക്തി അതാണ്. അത് ദുർബലമാക്കും ആൽക്കഹോള്. അങ്ങനെ കുറ്റകൃത്യങ്ങൾക്ക് ധൈര്യം സംഭരിക്കാൻ ആളുകൾ വെള്ളം അടിക്കാറുണ്ട്. അത് ഇതാണ് കേട്ടോ, ആ ഒരു ഇൻഹിബിഷൻ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ്. പക്ഷെ വളരെ കുറവാണ് അങ്ങനെയുള്ള സംഭവങ്ങൾ. പിന്നെ കഞ്ചാവ് സംടൈംസ്, യൂഷ്വലി കഞ്ചാവ് അങ്ങനെ ചെയ്യാറില്ല, ഓപ്പിയോയിഡ്സുകൾ. പക്ഷെ ഇപ്പോഴത്തെ സിന്തറ്റിക് മെഡിസിൻസ്, ഇപ്പോഴുള്ള ഈ MDMA മുതലായ സാധനങ്ങൾ, ഒരുപാട് കൊക്കൈൻ, ഇതൊക്കെ ചിലപ്പോൾ കുറ്റവാസനയെ, അതായത് മനസ്സിൽ ഡോർമൻ്റ് ആയിട്ട്, മനസ്സിൽ നിഗൂഢവും അന്തർലീനവുമായി കിടക്കുന്ന കുറ്റവാസനയെ സ്പാർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്നതാണ് സം ഓഫ് ദീസ്. അത് വല്ലതും ഈ ചെറുക്കൻ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയത്തില്ല, ഉണ്ടോ ഇല്ലയോ. ഡ്രഗ് സ്ക്രീനിങ് ഒക്കെ അവർ ചെയ്യും, അതൊരു പോസിബിലിറ്റി. രണ്ടാമത്, ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളെ മനസ്സിൽ, കുറ്റകൃത്യങ്ങളോടും കുറ്റം ചെയ്യുന്നവനോടും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു സ്റ്റിമുലസ്, ഒരു ചോദനകൾ അവൻ ജീവിക്കുന്ന സാഹചര്യത്തിൽ വരുന്നുണ്ടോ? ഇവിടെയാണ് നമ്മൾക്ക് ഇപ്പോൾ ഏറ്റവും വലിയ വിഷമം. കാരണം കുട്ടികൾ കൗമാരകാലത്തിലൊക്കെ ഉള്ള പല ഗെയിമുകളിലും ഒരു എലിമെൻ്റ് ഓഫ് വയലൻസ്. അത് ചിലപ്പോൾ കുട്ടികളെ ഉടനെ ആകർഷിക്കും. ഗെയിം തുടങ്ങുന്നത് മുതൽ തുരുതുരെ വെടിവെച്ച് കൊല്ലുന്നത്, അങ്ങനെ കൊല്ലുന്നതിൻ്റെ കൗണ്ട് എടുക്കുന്നതും കൊല്ലുന്നതിൻ്റെ ടെക്നോളജിയിലെ ഇംപ്രോവൈസേഷനും ഒക്കെ ആയിട്ടുള്ള ഗെയിംസ് ഉണ്ട്. നാച്ചുറലി ഇപ്പോൾ ഒരു 10-12 വയസ്സായി തന്നെ ഇത് കാണുന്ന ഒരു കുട്ടിക്ക് അവനൊരു ഹീറോ ആവുകയാണ്. അങ്ങനെ വരും. അപ്പോൾ അങ്ങനെയുള്ള ഒന്ന്. രണ്ടാമത്, വയലൻസ് ഇൻ ദി ഫിലിംസ്, വയലൻസ് ഇൻ ദി മീഡിയ പ്രോഗ്രാംസ്. അത് ഇപ്പോൾ ഈയിടെ ഇറങ്ങിയ ചില പടങ്ങളെ പറ്റിയുള്ള പരാമർശങ്ങൾ ഇതിനിടയിൽ തന്നെ വന്നു കഴിഞ്ഞു. പിന്നെ അതിലുണ്ടാവുന്നത് ഇതിൻ്റെ ആ ഒരു എന്താ പറയേണ്ടത്, ആ കൃത്യങ്ങളുടെ ആ ഒരു മാരകത്വം, അതിനൊരു എസ്തറ്റിക് വാല്യൂ ക്രിയേറ്റ് ചെയ്യാണ്. ബിക്കോസ് എസ്തറ്റിക്സ് ആണ് ആർട്ടിൻ്റെ മൗലിക ധർമ്മം, എസ്തറ്റിക്സ് ആണ്. അപ്പോൾ ആ ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റ് വളരെ നെഗറ്റീവാണ്, ഭയാനകമാണെങ്കിലും അതിൻ്റെ മേളിലൊരു എസ്തറ്റിക്സും കൂടെ സ്ഥാപിച്ചാൽ, ഒരു എസ്തറ്റിക്സിനെ ഇഷ്ടപ്പെടുന്ന, സ്വയം ഒരു ഐഡൻറ്റിറ്റി അന്വേഷിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു പയ്യന്, ഒരു കൗമാരക്കാരന് അല്ലെങ്കിൽ ഒരു യുവാവിന് അതുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള പ്രേരണ വരും. അതുണ്ട്. മൂന്നാമത്, ഈ പടങ്ങളുടെയും അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രോഗ്രാമിൻ്റെയും ഒരു ജനപ്രീതി, അല്ലെങ്കിൽ അത് ഉണ്ടെന്ന് ഉള്ള ഒരു ഹൈപ്പ്, അത് വരുമ്പം ഏറ്റവും വലിയ ക്രേവിങ് എന്താണ് ഒരു കൗമാരക്കാരന്? ഞാൻ എന്തോ ഒരു പ്രധാനപ്പെട്ട ആളാണെന്ന് സ്ഥാപിക്കാനാണ് എല്ലാ കൗമാരക്കാരനും. നമ്മളൊക്കെ കൗമാരം, ഞാനും അങ്ങനെയായിരുന്നു. എനിക്ക് എന്തോ ഒക്കെ ചെയ്യാൻ കഴിയും, എനിക്കൊരു റെക്കഗ്നിഷൻ വേണമെന്ന്. അപ്പോൾ അത് ഈ രീതിയിലുള്ള ഒരു കുറേ കണ്ടു കഴിയുമ്പോൾ, ഇപ്പം തന്നെ എന്തോ ആ പടത്തിൻ്റെയൊക്കെ പേര് മാർക്കോ, പിന്നെ പണി, ഇങ്ങനെ ചില പടങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു. പിന്നെ പക്ഷേ ഇപ്പം ഇത് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമ്മൾ നിശ്ചയിക്കും ഇത് ഞാൻ കാണുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ കണ്ടില്ല. ഞാൻ സിനിമയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. ഞാൻ ഡെലിബറേറ്റ് ആയിട്ട് എൻ്റെ ഫാമിലിയിലുള്ളവർ പോയപ്പം തന്നെ ഞാൻ പറഞ്ഞു ഞാനില്ല. ഞാനൊരു പ്യൂരിറ്റനായിട്ട് ജീവിക്കാൻ വേണ്ടിയല്ല. ഐ ഡോണ്ട് വാണ്ട് ടു കണ്ടാമിനേറ്റ് മൈ എസ്തറ്റിക്സ് ഈ ഏജിൽ. പക്ഷെ ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച്, ഒരു കൗമാരക്കാരനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഈ ഹൈപ്പ്, ഈ പടങ്ങൾക്ക് കിട്ടുന്ന ഭയങ്കര സപ്പോർട്ടെന്ന് പറഞ്ഞ് അതിനെപ്പറ്റിയുള്ള മീഡിയയിലെ പരാമർശങ്ങൾ, ക്യാമ്പയിൻസ്, ഇതെല്ലാം കൂടെ സൃഷ്ടിക്കുമ്പം അതിൽ ചേരാനുള്ള ഒരു പ്രവണത, ഇതൊക്കെ തീർച്ചയായിട്ടും ഈ ഇതുപോലുള്ള ബിസാർ ക്രൈം, ഇതിന് ബിസാർ എന്നുള്ള വാക്കുണ്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നത്, ഈ ഡെല്യൂഷൻസ്,
ഇതായിരിക്കും. ഇതും ഇപ്പം നമ്മൾ നന്ദൻകോടുണ്ടായ ആസ്ട്രൽ ഡെല്യൂഷൻ, അതിനാണെങ്കിൽ അതിലൊരു ചിത്തഭ്രമത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും അതിലുണ്ട്, അതിലൊരു ഇതുണ്ട്. ഇതിലതും കാണുന്നില്ല. അപ്പൊ ഇതിപ്പോ ഇന്നത്തെ അവസ്ഥയിൽ പിന്നെ ഇവന്റെ വേറൊന്ന്, ഈ ഓവർ റൈഡ്, ഇവന്റെ ഉമ്മയ്ക്ക് കടമുണ്ട്, വീട്ടിലിതുണ്ട്, ഇതൊക്കെ ഒരുപക്ഷെ അവൻ പറയണത് ശരിയായിരിക്കും. അപ്പൊ അങ്ങനെ കടം വീട്ടാൻ കഴിയാതെ കടക്കാരുടെ മുമ്പിൽ യാചിക്കേണ്ടി വരുന്ന ഒരു ഐഡന്റിറ്റിയിൽ എൻ്റെ ഉമ്മ ജീവിക്കണ്ട, ഞാൻ കല്യാണം കഴിക്കുന്ന കുട്ടി, എന്നെ കൊണ്ട് ഇത് വീട്ടാൻ പറ്റില്ല, അവള് എന്നെ ഇഷ്ടപ്പെട്ടു വന്നതാണെങ്കിൽ വേണ്ടെന്ന് തോന്നിയപ്പം ഈ ഇൻഫ്ലുവൻസ് ആയിരിക്കും അവൻ കണ്ട ഒരു സൊല്യൂഷൻ. എന്നാ പിന്നെ എല്ലാരെയും അങ്ങ് തീർത്താല് ഈ കളങ്കമില്ലാതെ സമൂഹത്തിന്റെ മുമ്പിൽ എന്താ പറയേണ്ട, ഒരു കുറ്റവും കുറവുമുള്ള ഒരുവനായിട്ട് ജീവിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കും ഒരുപക്ഷെ അവൻ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഒരു സൂയിസൈഡിന്റെ ഒരു എക്സ്റ്റെൻഡഡ് പെർവേർട്ടഡ് ഫോമാണ്. അവൻ മാത്രം മരിക്കുന്നതിന് പകരം, പക്ഷെ അതത്രയും ചെയ്തു കഴിഞ്ഞ് അവന് സൂയിസൈഡ് ചെയ്യാൻ അവൻ ശ്രമം നടത്തിയതായിട്ട് പറയുന്നുണ്ട്. അത് പക്ഷെ എനിക്കറിയില്ല, അത് ഒരു പരാജയപ്പെട്ട ഒരു ശ്രമമാണോ? എലിവേഷൻ കഴിച്ചാൽ ഫേറ്റൽ ആണെന്നൊരു ലെജൻഡ് ഉണ്ട്. അപ്പൊ ചിലപ്പോ അവൻ കഴിച്ചത് ക്വാണ്ടിറ്റി കുറവായിരിക്കും, അല്ലെങ്കിൽ കിട്ടിയ എലിവേഷൻ കുറെ നാൾ ഇരുന്നതിന്റെ, നമ്മുടെ നാട്ടില് മായം കലക്കാതെ വിഷം പോലും മര്യാദയ്ക്കൊന്ന് മരിക്കാൻ പോലും വിഷം പോലും വാങ്ങിക്കാൻ പറ്റില്ല, അത്ര മായമാണ്. അങ്ങനെ എന്തോ പോയതാണോ? വെദർ ഹി വാണ്ടഡ് ടു കമ്മിറ്റ് സൂയിസൈഡ് ആഫ്റ്റർ ദീസ് എലിമിനേറ്റിംഗ്, അതായത് ഈ കടം വീട്ടാതെ കളങ്കപ്പെട്ട് സമൂഹത്തിന്റെ മുമ്പില് കുറ്റപ്പെടുത്തലുമായിട്ട് ലീഗൽ കോംപ്ലിക്കേഷൻസ് വേറെ ഇങ്ങനെ നിൽക്കുന്ന ഒരുപക്ഷെ അവൻ അമിതമായ ഒരു ആത്മബന്ധം തന്നെ അതിന് ഒരു നിമിഷം വന്ന പെർവേഷനായിരിക്കാം. ആ ഇത് ഇങ്ങനെയുള്ള എന്തെങ്കിലും മോഡലിങ് മനസ്സിൽ കിടന്ന് ഉണ്ടായതാകാനാണ് സാധ്യത. പിന്നെ നമ്മൾ ഇത്തരം സംസാരിച്ചൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ഇതാണ് കഴിഞ്ഞ കുറേ നാളുകളുടെ കുറ്റകൃത്യങ്ങൾ, പ്രത്യേകിച്ചും ഈ കൗമാരങ്ങൾ, യൗവനം, ഈ പ്രായക്കാരിൽ നടത്തിയ കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കിയാൽ സാർ, ഈ ഷാരൂൺ വധക്കേസ് പോലും അതെ കുറ്റബോധമില്ലായ്മ, അതെ പശ്ചാത്താപമില്ലായ്മ, ഭയമില്ലായ്മ, അതെ, ഇത് ശരിക്കും കുറ്റകൃത്യത്തിനേക്കാളും അമ്പരപ്പിക്കുന്നതാണ്. അതെ, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പശ്ചാത്താപം, കുറ്റബോധം? ശരിക്കും അതൊരു നല്ലൊരു ഗുണമായിട്ട് പൊതുവെ നമ്മൾ കരുതുന്നുണ്ട്. അതെ, ഇവര് ജയിലിൽ കിടന്നാൽ പോലും ചിലപ്പോൾ ഇവിടെ മനസ്സിൽ ഒരു നല്ല മനുഷ്യനായി തിരിച്ചു വരാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടല്ലോ. അതെ, എന്തായിരിക്കും അതിന്റെ ഒരു മനഃശാസ്ത്രം? അത് വ്യക്തിത്വത്തിൽ വരുന്ന ചില പാളിച്ചയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ തീവ്രതയോടും കുറ്റകൃത്യങ്ങൾ ചെയ്യുക, ആളുകളെ പറ്റിക്കുക, സ്വന്തം കാര്യം കഴിക്കുക, അതൊക്കെ ചെയ്യുന്ന ഒരു പക്ഷെ അതിലെ ട്രൈറ്റുകളുണ്ട്. അതിന്റെ ഒരു പ്രധാനം ഞങ്ങൾ പറയാറുണ്ട്, 2 ഡൈമെൻഷണൽ മൈൻഡ് എന്ന്. അതായത് ഇതിനൊരു ഡെപ്ത് ഇല്ലാത്ത ഒരു മനസ്സ്, ഉള്ളിലേക്കൊന്നും ഇറങ്ങാത്തൊരു മനസ്സ്. മുന്നറിയിപ്പ് എന്നൊരു മമ്മൂട്ടിയുടെ സിനിമയുണ്ട്, അത് കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. അതില് നന്നായിട്ടത് ചിത്രീകരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ആരാണ് ഡയറക്ടർ എന്ന് എനിക്കറിയില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട വേണു. ആ സിനിമയില് ഈ ആസ്പെക്ട് നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് ഒരു ഔട്ട്റൈറ്റ് ആയിട്ടുള്ള ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി അല്ല, സാമൂഹ്യ വിരുദ്ധ പേഴ്സണാലിറ്റി അല്ല, പക്ഷേ ഒന്നിനെ പറ്റിയും കുറ്റബോധമില്ല ചെയ്തതിന്. അതായത് ഫെയിലുവർ ടു ലേൺ ഫ്രം നെഗറ്റീവ്. പിന്നെ അഥവാ പിടിച്ച് 2 അടിയും ശിക്ഷയും കൊടുത്താലും ഒരടി കൊണ്ടു അത്രയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച്, അതായത് ലേണിംഗ് ഫ്രം എക്സ്പീരിയൻസ് ഇല്ല, പിന്നെ ഉള്ളിൽ തട്ടിയുള്ള ഒരു വികാരമില്ല, ഇൻക്ലൂഡിങ് കുറ്റബോധമില്ല. ആ ഒരു പേഴ്സണാലിറ്റി ഇവനുണ്ടായിരുന്നിരിക്കും കേട്ടോ ഈ പയ്യന്. പിന്നെ അതെന്തുകൊണ്ട് വന്നെന്ന് വെച്ചാൽ അത് കുറെ ചിലപ്പോൾ ജനറ്റിക് എലിമെന്റ് കാണും. അതിനേക്കാൾ കൂടുതൽ ചിലപ്പം വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന ചില സൂചനകളും മോഡലുകളും അങ്ങനെ ആയിരിക്കാം. അതും വെച്ച് ഒരു പയ്യൻ അതേസമയം അതിനെയൊക്കെ അതിജീവിച്ച് കുടുംബത്തിലെ സ്നേഹവും ഇതുമൊക്കെ പങ്കിട്ടും കൊടുത്തും ജീവിച്ച ഒരു പയ്യൻ, അവനിങ്ങനെ ഒരു കലാമിറ്റി വന്നപ്പോൾ, പക്ഷെ ഇൻ ദി മെയിൻ ടൈം അവന് കുറച്ച് വല്ലപ്പോഴുമൊക്കെ വെള്ളം അടിക്കുകയോ അവന് സിന്തറ്റിക് ഡ്രഗ് ഉപയോഗം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അതിന്റെ ഫലമായിട്ട് ഈ പുറത്തു നിന്ന് കിട്ടുന്ന നെഗറ്റീവ് വയലന്റ് സിഗ്നൽസ് മനസ്സിലൊരു എസ്തറ്റിക് വാല്യൂവിൻ്റെ കൂടെ, ഒരു സൗന്ദര്യാത്മകതയുടെ കൂടെ തന്നെ മനസ്സിൽ സ്ഥാനം പിടിക്കുകയും ഇതിൽ കൂടെ ഒരാളാകാം എന്നൊരു തോന്നലും ചിലപ്പം, ആ ഒരു ഹൈപ്പ്, ഇതെല്ലാം കൂടെ. പക്ഷെ
ഇതെല്ലാം കൂടെ ആയിരിക്കാം. അതിന്റെ ചില എലിമെന്റ് ആയിരിക്കും ചിലപ്പോൾ ചെന്ന് കുറ്റം ഏറ്റു പറയുന്നത്. അതോടെ അവനൊരു ഗ്ലാമറായി. ആ ഒരു അറ്റംപ്റ്റ് ആണ്. അത് കഴിഞ്ഞ് കുളിച്ച് നല്ല ഷർട്ടൊക്കെ ഇട്ട് പോയി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയാൻ പോകുന്നത്. അപ്പൊ അതൊക്കെ ഇവൻ എവിടെയോ ഇതുപോലത്തെ ചില മോഡലിംഗ് കണ്ടിട്ടുണ്ടായിരിക്കും കേട്ടോ. അതിൽ കിട്ടുന്ന ഒരു ഗ്ലോറിഫിക്കേഷൻ, ഒരു സൂപ്പർ ഹീറോ ആണ്. ഒരു നെഗറ്റീവ് ട്രാക്കിൽ കൂടെ ഉള്ള ഒരു സൂപ്പർ ഹീറോ ആകാനുള്ള ശ്രമം. ചുരുക്കത്തിൽ 23 വയസ്സ് അവനെ യുവാവെന്ന് പറയാമെങ്കിലും ഒരു വികലമായ കൗമാരത്തിന്റെ ലെവലിൽ നിന്നും അതിന്റെ പടവുകളിൽ നിന്നും അവൻ കൂടുതലൊന്നും മുങ്ങിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അത് പെട്ടെന്നൊരു ദിവസം സംഭവിക്കുന്നതല്ലേ, അല്ല, കുറെ നാളത്തെ ഒരു അതെ അതെ കുറെ നാളെ കൊണ്ട് അനുഭവങ്ങളും പല ഫാക്ടേഴ്സും എല്ലാം കൂടെ അവനെ മോൾഡ് ചെയ്തെടുത്തിരിക്കുന്നത് ഇങ്ങനെ. അതിൽ കൂടെ അവനൊരു ചിലപ്പോ ഈ ഫാമിലിയിലുള്ള എല്ലാവർക്കും കൂടെ ഒരു കളങ്കം വരുമ്പോ അതിനെ ഇങ്ങനെ അങ്ങ് തീർത്താൽ എന്ത്, നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ എല്ലാവരും കടക്കാരായിട്ടും എൻ്റെ ഉമ്മയൊക്കെ കടം വാങ്ങിച്ചു എന്ന് പറഞ്ഞ് കയ്യില് പിന്നെ കയ്യാമ അണിഞ്ഞോ അല്ലാതെയോ ആളുകളുടെ മുമ്പിൽ നിൽക്കുന്ന അവസ്ഥ, വാപ്പ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു, രക്ഷപ്പെടുന്നില്ല, എന്നാ പിന്നെ ഇതൊരു സൊല്യൂഷൻ അല്ലേ, അതിൽ കൂടെ എനിക്കൊരു സൂപ്പർ ഹീറോയും ആകാം എന്നുള്ള എല്ലാം കൂടെ ചേർന്ന് അവനെ ഇതായിരിക്കാനാണ്. മറ്റൊക്കെ നമ്മൾ വെരിഫൈ ചെയ്യണം, ഡ്രഗിന്റെ ഇമ്മീഡിയറ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടോ, അത് നേരത്തെ ഡ്രഗ് ഉപയോഗിച്ച് വന്ന ഒരു വൈകല്യങ്ങൾ അവന്റെ പേഴ്സണാലിറ്റിക്ക് ഈ പറയുന്ന പോലെ ഫീലിങ്സ് ഇല്ലാത്ത ഒരവസ്ഥ അവന് സൃഷ്ടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് പിന്നെ പറയണം. ഏതായാലും ഭയാനകം തന്നെയാണ് ആ സംഭവം, ഭയാനകം. പണ്ടും ഇങ്ങനത്തുള്ള എത്രയോ വർഷമായിട്ട് സാറ് മാനസിക രോഗ ചികിത്സകനാണ്. ഇപ്പൊ പെട്ടെന്നുണ്ടായ സംഭവമാണോ അത് പണ്ടും ഇങ്ങനെ ഉണ്ടായിരുന്നോ? അന്നൊരു ഉണ്ടായിരുന്നിരിക്കും. അന്ന് മീഡിയ അറ്റൻഷൻ ഇല്ല. ഇന്ന് കാര്യങ്ങൾ കൂടുതൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് കൂടുതൽ വ്യക്തതയോടെയും കൂടുതൽ ഒരു അനലിറ്റിക്കൽ വിശകലനാത്മകമായിട്ടും നമ്മുടെ മുമ്പിൽ എത്തുന്നത് ഒരു ഫാക്ടർ ആയിരിക്കാം. എനിക്കൊരു വലിയ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനൊരു 10-70 കേസിൽ മെന്റൽ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് കരുതിയും കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടവർക്ക് വേണ്ടി മൊഴിയൊക്കെ കൊടുക്കാൻ കോടതിയിൽ പോയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു പുസ്തകം രചനയിലാണ്. അത് മിക്കവാറും ഈ വർഷം അവസാനം വരും. കുറ്റകൃത്യങ്ങളും മനസ്സിലെ കുറ്റങ്ങൾ എന്നാണ് അതിന് ഞാൻ മനസ്സിൽ കണ്ടിരിക്കുന്ന പേര്. അതായത് ഈ മെൻസ്രിയ ആക്ച്വൽ കുറ്റകൃത്യങ്ങളുടെ. അപ്പൊ അതിലൊക്കെ കണ്ട അതിന് ഞാൻ തന്നെ കോട്ട് ചെയ്ത്, ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇരിക്കുമ്പോൾ ഐ വാസ് എ വെരി യങ്, ഞാൻ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റ് മാത്രമാണ് കോട്ടയം, ഇടുക്കി ജില്ലകളിൽ പൂർണ്ണമായിട്ടും, എറണാകുളം, ആലപ്പുഴ ജില്ലകളിലെ ഒരു വലിയ ഭാഗത്തിനുള്ള ഒരേ ഒരു ഗവൺമെന്റ് സൈക്കാട്രി സെന്റർ. അപ്പോൾ ഇവിടെയുള്ള ഈ ക്രിമിനൽ കേസുകൾ മാനസിക രോഗമായിട്ട് ആരോപിക്കപ്പെട്ടാൽ നോക്കി അഡ്വൈസ് ചെയ്യുന്ന ആൾ ഞാനാണ്, മെന്റൽ സ്റ്റേറ്റ്. അപ്പോൾ അതിന്റെ പാർട്ടായിട്ട് ഈ ഹൈ റേഞ്ചിൽ എല്ലാ കോടതികളിലും ഞാൻ പോയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ എനിക്ക് കിട്ടിയ ഒരു കേസ് തൊടുപുഴ അടുത്തെവിടെയാണ്. അവിടെ ഒരു ഗ്രാമത്തിൽ ഒരു അച്ഛനും 3-4 ആമ്പിള്ളരും, ഇവരെല്ലാം റബ്ബർ വെട്ടി ഒരു ഭയങ്കര സത്യക്രിസ്ത്യാനി ഫാമിലിയാണ്, പൂർണ്ണമായിട്ടും റിലീജിയസ് ആയിട്ട്. അതിലൊരു പാപ്പച്ചനെ ഉള്ള ഇയാള് ഒരു ദിവസം നമ്മുടെ ഇവിടെ കൊണ്ടുവരികയാണ്. എന്താ വെച്ചാൽ ഇയാള് കുറച്ച് നാളായിട്ട് അവരെല്ലാം പ്രാർത്ഥനയ്ക്ക് പോകുന്നവരും ഫാമിലി പ്രാർത്ഥനയിൽ ഇവൻ കൂടത്തില്ല. ഇവൻ പിന്നെ ഒതുങ്ങി ഒരു മുറിയിരിക്കും. റബ്ബർ ടാപ്പിങ്ങിന് രാവിലെ 4 മണിക്ക് എണീറ്റ് പോകും. അതിൽ നിന്നും മാറി. അപ്പോൾ അവസാനം ഒരു ദിവസം ഇവനൊരു മറ്റവരെല്ലാം ജോലിക്ക് പോയി. ഇവനെ വിളിച്ചപ്പോൾ ഇവൻ എണീറ്റ് പോലും ഇല്ല കെട്ടി. അവര് ജോലി കഴിഞ്ഞൊരു 11 മണിയൊക്കെ ആയപ്പോൾ തിരികെ വന്നപ്പോൾ വാതിലിൻ്റെ അകത്തുനിന്ന് ആദ്യം കയറിയത് എൻ്റെ ഒരു ബ്രദറാണ്. ഒറ്റവെട്ട് അയാൾ താഴെ വീണു. അപ്പോൾ തൊട്ട് പിറകെ വന്നാനും കാല് വെച്ചപ്പോൾ അയാളെ വെട്ടി. അയാളുടെ വിളി കേട്ട് അച്ഛൻ എന്തോടാന്നും പറഞ്ഞ് അകത്ത് കയറിയപ്പോൾ അച്ഛനെയും വെട്ടി. കൂടെ ഇവരുടെ ഒരു കസിനോ മറ്റോ വന്നു, അയാളെയും വെട്ടി. 3 പേര് മരിച്ചു.
5 പേരെയോ 6 പേരെയോ വെട്ടി. എല്ലാം ഒരു വാതിലിന്റെ മഴയിൽ നിന്നിട്ട്. അത് കഴിഞ്ഞ് ഇവനെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവന്റെ മാനസിക നില. ഇവനെ പോലീസ് കൊണ്ടുവന്നപ്പം അവിടുത്തെ പഞ്ചായത്തിൽ നിന്ന് ഒരു 10-200 പേരും കൂടെ ജാഥയായിട്ട് വന്നു. ഞങ്ങളുടെ കൊച്ചു ഡിപ്പാർട്ട്മെന്റാണ്. ഞാൻ ചോദിച്ചപ്പോൾ എന്താന്ന് വെച്ചാൽ ഇവന്റെ ഇപ്പോഴത്തെ മാനസിക നില 2 സ്റ്റേജാണ്. ഒന്ന്, ട്രയലിനുള്ള മാനസിക നിലയുണ്ടോ എന്ന് നോക്കണം. രണ്ടാമത് ഇവന്റെ കുറ്റകൃത്യങ്ങളുടെ പറ്റി. രണ്ടും സൈക്കാട്രിസ്റ്റ് ചെയ്യണം. ഞാൻ ഇവനെ കാണാൻ പോയി. അവിടെ ഇവര് വിലങ്ങൊക്കെ വെച്ച്, സത്യം പറഞ്ഞാല് നമ്മള് പല സിനിമകളിലും കണ്ട ജീസസ് ക്രൈസ്റ്റ് അത്ര തേജസ്സുള്ള ഒരു മനുഷ്യൻ. ഏതാണ്ട് 6 അടി പൊക്കം. നമ്മുടെ ഗ്രീക്ക് ക്യാരക്ടേഴ്സിലൊക്കെ കാണുന്ന പോലെയുള്ള മൂക്ക് വെച്ച് ഭയങ്കര സ്മാർട്ട്. ഒരു അനക്കവും ഇല്ല, ഒരു ഇമോഷൻസും ഇല്ല. അപ്പോൾ എല്ലാവർക്കും പേടി, വാർഡിലെ സ്റ്റാഫിനും. പക്ഷെ അയാളെ കട്ടിലിൽ തന്നെ ബന്ധിച്ച് 4 പോലീസുകാർ, സാറിന് 2 4 പോലീസ്, ബിക്കോസ് ക്രൈം വാസ്. ഏറ്റവും രസം ടോട്ടലി ഇതാണ്. ആദ്യം ഒന്നും സംസാരിച്ചില്ല ഞങ്ങൾ ചെന്ന് വന്നു. പിന്നെ കുറേശ്ശെ എന്തോ ഒക്കെ പറഞ്ഞു. അതിങ്ങനെ അങ്ങനെ വന്നപ്പം ചെയ്തു, അതിനിപ്പോ ഇത്ര പറയാൻ എന്താന്നൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഒരു തന്നെയാണ്. വേറെ ഒരു വയലൻസും ഇല്ല. ഇത് കഴിഞ്ഞ് വന്ന ഇവനുണ്ടല്ലോ, ആ വാർഡിൽ ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല. നേഴ്സ് എന്ന് ടെമ്പറേച്ചർ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ കൈ തുറന്നു കൊടുക്കും. അങ്ങനെ അത്രയും കോപ്പറേറ്റീവ്. അപ്പൊ അതവസാനം അൺഫിറ്റാണ്. ബിക്കോസ് അവന് നമ്മൾ പറഞ്ഞ ഒരു ഇമോഷൻസ് ഒന്നും ഇല്ല. അവനെ അൺഫിറ്റായിട്ട് അവനെ തിരുവനന്തപുരത്തോ തൃശ്ശൂരോ മെന്റൽ ഹോസ്പിറ്റലിൽ വെച്ച് ട്രീറ്റ്മെന്റിന് വിട്ട്, അത് കഴിഞ്ഞിട്ട് തിരികെ വന്ന് അവനെ ട്രയലിന് പോയപ്പോഴും ഞാൻ പോയി. അത് ഇൻസിഡൻ്റലി തൊടുപുഴ സെഷൻസ് കോടതി സ്ഥാപിക്കപ്പെട്ടിട്ട് ആദ്യത്തെ മർഡർ കേസാണ്. അപ്പോൾ അവിടെ ട്രയലൊക്കെ വന്നു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ എക്സാമിൻ ചെയ്തപ്പോൾ കുറേ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവനെ കുറ്റത്തെ പറ്റി ഒരു ധാരണയൊന്നുമില്ല. അത് പറഞ്ഞ അവസാനം കേസിന്റെ എല്ലാം വന്നപ്പോൾ ആ കേസിന്റെ ട്രെൻഡ് കണ്ടിട്ട് ഇവനെ വെറുതെ വിടുന്ന ലക്ഷണമാണ്. ക്രൈമിന് റെസ്പോൺസിബിൾ അല്ല മെന്റലിയിൽ. ഞാൻ കോടതിയുടെ പെർമിഷനോടെ ഞാനൊരു സബ്മിഷൻ പറഞ്ഞു. ഇവന് രോഗിയാണ്, രോഗത്തിൻ്റെതായ ഒരു സാഹചര്യത്തിൽ ചെയ്തായ, പക്ഷെ ഇവനെ വെളിയിൽ വിടുന്നത് ഈക്വലി ഡേഞ്ചറസ് ആണ്. അപ്പൊ അദ്ദേഹം ജഡ്ജി പറഞ്ഞു, അങ്ങനെ ഒരു നിയമം നമ്മുടെ കയ്യിലില്ല. ഒരാൾ ഫിറ്റ് ആണെങ്കിൽ നമ്മൾ അവൻ ഫിറ്റ് അല്ല. ക്രൈമിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കി വിട്ടാൽ പോലും അനദർ ക്രൈം ഈസ് വെരി മച്ച് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. അപ്പൊ ഇവനെ നിങ്ങൾ മെന്റൽ ഹോസ്പിറ്റലാണ് അയക്കണമെങ്കിൽ സാറ് ഒരു കാരണവശാലും ഇവനെ അങ്ങനെ എന്തോ എഴുതി ആണ് അത് ചെയ്യുക. എനിക്ക് ജഡ്ജ്മെന്റ് കാണാൻ പറ്റില്ല. അപ്പൊ ഇതുപോലെ ഒരു കേസ് വന്നപ്പോൾ ഞാനിത് പറയാൻ കാര്യം, ഈ കേസിൽ ഞാൻ ഒലഞ്ഞിട്ടുണ്ട്. ഇവൻ ഇങ്ങനെ നിന്ന് ചെയ്തല്ലോ എന്ന്. പക്ഷെ അതൊരു മെന്റൽ ഡിസീസാണ്, ക്ലിയർ കട്ടാണ്. അതുപോലെ ഒരു സാഹചര്യം ഇവനിൽ കാണുന്നില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ മെന്റൽ ഡിസീസിനെ നമ്മൾ പല രൂപത്തിലും ഒരു ഷെയ്ഡി ഏരിയയാണ്. അപ്പോൾ അവനെ കൂടുതൽ ഒബ്സർവ് ചെയ്താലൊക്കെ മാത്രമേ നമുക്ക് അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ. പൊതുവെ നമ്മൾ ഇല്ലിറ്ററേറ്റ് ആയ സ്റ്റേറ്റുകളുണ്ട്, ബീഹാർ പോലെ ഉത്തർപ്രദേശ് പോലെയുള്ള സ്റ്റേറ്റുകളിൽ നടന്നിട്ടുള്ള സംഭവങ്ങളാണ് പൊതുവെ നമ്മൾ ഇത്തരത്തിൽ കേട്ടിട്ടുള്ളത്. കേരളം എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ നിലവാരത്തിലുള്ള ജീവിത സാഹചര്യമുള്ള ഒരു സംസ്ഥാനമാണ്. പക്ഷെ അടുത്ത സമയത്തായിട്ട് ഇത്തരം സംഭവങ്ങൾ ധാരാളം ഉണ്ടാവുന്നുണ്ട്. ഇതൊരു കുറ്റകൃത്യമാണെന്ന് വ്യക്തമായി അറിയാവുന്നവരാണ് നമ്മൾ. നിയമത്തെക്കുറിച്ച് ബോധമുണ്ട്, എല്ലാത്തെക്കുറിച്ചും ധാരണയുള്ള ആൾക്കാരാണ്. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും ഇതിങ്ങനെ? അതെനിക്ക് തോന്നുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഈ ഒരു എൻവയൺമെന്റ്, ഒരു അന്തരീക്ഷം, കുറ്റകൃത്യങ്ങളുടെ എക്സിക്യൂഷൻ, അതിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ചിത്രീകരണങ്ങളും അതിനെ ഗ്ലാമറൈസ് ചെയ്യുന്നത്, അതിനെ റൊമാൻറ്റിസൈസ് ചെയ്യുന്ന ഒരു എസ്തെറ്റിക്സും കൂടെ വരുമ്പം അത് ക്രിയേറ്റ് ചെയ്യുന്ന ഒന്ന്. അതിന് എഡ്യൂക്കേഷൻ ബാധകമല്ല. ഇൻഫാക്ട് എഡ്യൂക്കേഷൻ ഉള്ളവന് ചിലപ്പം അത് കുറെ കൂടെ ത്രില്ലിംഗ് ആയിട്ട് തോന്നും. മറ്റവന് പിന്നെ അയ്യോ ഇത് വേണ്ട, ഇത് എന്ന് തോന്നും. മറ്റേ എഡ്യൂക്കേഷൻ കൂടെ വരുമ്പം സോ വാട്ട്, നമ്മൾ ഇച്ചിരി ഒരാളെ കൊന്നു, സോ വാട്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഒരു നിയന്ത്രണം പിന്നെ ഇല്ലല്ലോ. അതുപോലെ വൈ നോട്ട് മീ, ഇതിലെ കഥാപാത്രം കണ്ടോ, ഇയാളെ കണ്ടോ, ഇയാൾ എന്ത് സുന്ദരമായിട്ട് കൊല്ലുന്നു, ആ കൊല്ലുന്ന ടെക്നിക്ക് നോക്ക്, അത് കഴിഞ്ഞുള്ള അയാളുടെ റിയാക്ഷൻ നോക്ക്, ഒരു ചലനമില്ല, ഒരു ഇമ വെട്ടാതെ നിൽക്കുന്നു, ഇതൊരു സൂപ്പർ ഹീറോ ആയി. അപ്പൊ അയാൾക്കത് ചെയ്യാമെങ്കിൽ
എനിക്കും കൂടെ ഒന്ന് നോക്കിക്കൂടെ എന്നൊരു ഇത് വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്കങ്ങനെ ഒരു സോഷ്യൽ കോൺഷ്യൻസ്, ഒരു സോഷ്യൽ നോംസിനെ കീപ്പ് ചെയ്യണമെന്നുള്ള സന്ദേശം നമ്മുടെ ജീവിത പരിസരങ്ങളിൽ നിന്ന് മാറി മാറിപ്പോയി. ഇന്ന് കുടുംബത്തിനകത്ത് പോലും ഒരു വാല്യൂ എഡ്യൂക്കേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പാരൻസ് കുട്ടികൾ മാർക്ക് വാങ്ങുന്നു, പിന്നെ അത്യാവശ്യം ചില അനുസരണകളെ പറ്റിയൊക്കെ അല്ലാതെ അതിനപ്പുറമുള്ള ദേ ആർ നോട്ട് ബോതേഡ്. അത് എനിക്കറിയേണ്ടതാണ് സാർ. ഈ പേരന്റിംഗിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ? പാരന്റിങ്ങിൽ കുഴപ്പമുണ്ട്. ഒന്ന്, ഓരോരുത്തരുടെയും മീഡിയയിൽ കാണുന്ന പ്രോഗ്രാംസ് അവൻ്റെ മാത്രം ടെറിട്ടറി ആയിട്ട് വിടുക. അതൊക്കെ ഒരുപാട് ചിന്ത വന്നിട്ടുള്ളതാണ്. ആക്ച്വലി കുട്ടികൾ, കൗമാരക്കാരും കുട്ടികളും പ്രോഗ്രാം കാണുമ്പം ആ പ്രോഗ്രാം പാരന്റും കൂടെ കാണാൻ ശ്രമിക്കണം. കണ്ടിട്ടൊരു ഓപ്പൺ ഡിസ്കഷൻ, എടാ ഇത് ഇങ്ങനെ നീ കാണരുത് എന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. ബിറ്റ്വീൻ ദി പാരൻസ് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഇതിപ്പോൾ കാണിക്കുന്ന ശരി തന്നെ, പക്ഷേ ഇങ്ങനെയാണോ നമ്മൾ ജീവിക്കേണ്ടത്? ഇങ്ങനെ ജീവിച്ചാൽ എങ്ങനെയാണ് നമുക്കൊരു ഇത് മാത്രമല്ല, ഇതിൽ എന്താ കിട്ടുന്നത്? ഈ രീതിയിലുള്ള ഒരു നമ്മൾ സബ്ലിമിനൽ എന്ന് പറയും. ഞങ്ങൾ സബ്ലിമിനൽ എന്ന് പറഞ്ഞാൽ നേരിട്ടല്ലാതെ ഒരു സർഫസിന്റെ അടിയിൽ കൂടെ കൊടുക്കുന്ന ഒരു കൗൺസിലിങ്. അതാണ് പാരന്റിങ്ങിലെ ഏറ്റവും പ്രധാനം. ഇപ്പം സ്കൂളിലൊരു തെറ്റ് ചെയ്ത് വന്ന കുട്ടിയെ വന്ന ഉടനെ പിടിച്ചിട്ട് പണ്ടത്തെ പോലെ പിന്നെ നിക്കറും പൊക്കി 2 അടി കൊടുക്കുന്നത് വർക്ക് ചെയ്യത്തില്ല. നേരെ മറിച്ച് അത് കഴിഞ്ഞ് എപ്പോഴെങ്കിലും ഒരിടത്ത് നീ ഇന്ന് അങ്ങനെ ചെയ്താ അതെന്താടാ അങ്ങനെ ചെയ്യാൻ കാര്യം എന്നുള്ള ആ ഒരു ഡയലോഗിനുള്ള ഒരു മനസ്സോ അതിനുള്ള സമയമോ അതിനുള്ള ഒരു കോൺഫിഡൻസോ ഇന്നത്തെ രക്ഷകർത്താക്കൾക്കും ഇല്ല. നമ്മൾ ഈ പരീക്ഷയിലെ മാർക്കും ജീവിതത്തിലെ ഉയർച്ച എന്ന് ഞാൻ അപ്പോസ്ട്രഫി പറയുന്നത്, ഇതിനപ്പുറം ഈ വാല്യൂസ്, അത് സൊസൈറ്റിക്ക് വേണ്ടിയും നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ ഇതിനു വേണ്ടിയുള്ള വാല്യൂസ്, അത് അവർക്ക് തന്നെ തീർച്ചയില്ല. അങ്ങനെ വേണോ പിള്ളേർക്കെന്നുള്ള സംശയം. അതിനേക്കാൾ ഭയങ്കരമായത് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത്, രാജേഷ് പഠിക്കുന്ന കാലത്തും അങ്ങനെ ആയിരിക്കും. നമ്മൾ പഠിച്ച ചെറിയ സ്കൂളുകളിൽ, സാധാരണ സ്കൂളുകളിലെ അധ്യാപകൻ ഏറ്റവും ശമ്പളം കുറഞ്ഞ അധ്യാപകനാണ്. നമ്മുടെ NCERTയും സെൻട്രൽ സ്കീമും ഒന്നുമില്ല, പട്ടിണിയായിട്ട് ജീവിക്കുന്ന അധ്യാപകൻ, പക്ഷേ കിട്ടുന്ന റെസ്പെക്റ്റ്. പക്ഷെ ആ ഓരോ അധ്യാപകനും, മിക്കവാറും അധ്യാപകൻ ഈ കുട്ടികളെ വിഷയം മാത്രമല്ല പഠിപ്പിക്കുന്നത്, അവൻ്റെ സ്വഭാവ രൂപീകരണത്തിന് നേരിട്ട് ഉത്തരവാദിത്വം. അവനൊരു കുട്ടിയെ 2 അടി കൊടുത്താൽ അച്ഛൻ ചോദിക്കാൻ ചെല്ലില്ല, എന്നത് മാറി. അധ്യാപകർ കംപ്ലീറ്റ് വാല്യൂ എഡ്യൂക്കേഷനിൽ നിന്ന്, ക്യാരക്ടർ ഫോർമേഷനാണ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന ആ ചുമതലയിൽ നിന്ന് നമ്മുടെ അധ്യാപകർ നിലനിർത്തുന്ന വിദ്യാഭ്യാസ സംവിധാനവും പിൻവാങ്ങിക്കഴിഞ്ഞു. ഒരു ദുരന്തമാണ് ഈ ദുരന്തം. നമ്മൾ അതിൻ്റെ ഏറ്റവും തിക്തഫലങ്ങൾ ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ, അതിൽ നിന്നാണ് ഇത് വന്നതെന്ന് പറയില്ലെങ്കിലും അങ്ങനെ വന്ന ഒരു പിൻവാങ്ങൽ കുട്ടികളുടെ സ്വഭാവ രൂപീകരണം വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാനപ്പെട്ട മാനസിക ഭൂമികയാണ്. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അത് നഷ്ടപ്പെടുന്നതിന് അവരുടേതായ കാരണങ്ങളുണ്ട്. പക്ഷെ അതും കൂടെ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വരണം. ദിസ് ഹാസ് ടു സ്റ്റാർട്ട് ഫ്രം വിതിൻ ദി ഫാമിലി. ദിസ് ഹാസ് ടു ബി കണ്ടിന്യൂഡ് ബൈ ദി സ്കൂൾ ആൻഡ് ടീച്ചേഴ്സ്. ആൻഡ് ദെൻ മീഡിയ ഹാസ് ടു ഹാവ് എ റെസ്ട്രിക്ഷൻ. എൻ്റർടൈൻമെൻറ്റ് അറ്റ് എനി കോസ്റ്റ് അല്ല. വാസ്തവത്തിൽ ഞാനുമൊക്കെ ഈ ന്യൂ വേവ് സിനിമയൊക്കെ ഇഷ്ടപ്പെട്ടവനാണ്. പക്ഷേ ചില ഇടക്കാലത്തൊക്കെ വന്നിരുന്ന പല കൊറിയൻ സിനിമകളും അതിലൊക്കെ കുറേ എസ്തെറ്റിക്സ് ഉണ്ടെങ്കിലും കുറച്ചുകൂടെ മോശപ്പെട്ട ഇതുണ്ട്. റേപ്പൊക്കെ വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് കാണിക്കുന്ന അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് റേപ്പ് ലോകത്തുണ്ട്, മർഡറുണ്ട്, മൾട്ടിപ്പിൾ മർഡേഴ്സ് ഉണ്ട്, ബ്രൂട്ടൽ മർഡേഴ്സ് ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്തങ്ങ് വേട്ട് ഒരു കാര്യം അറിയേണ്ടത് സാർ, ഈ ക്രൈം സിനിമകൾ, ഇപ്പൊ ഞാൻ ക്രൈം സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല. അത്രയും വലിയ ഒരു വയലൻസ് ഒന്നും എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു 10 മിനിറ്റ് പോലും എനിക്ക് കണ്ടിരിക്കാൻ പറ്റില്ല. ശരിക്കും ഇത് കാണുന്നവരുടെ മാനസിക നില അത്ര നല്ലതല്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മുടെ ഒരാളുടെ തലച്ചോറിനെ മാറ്റിമറിക്കുന്നത്? മാറ്റം എന്നുള്ളത് തീർച്ചയാണ്. അതെങ്ങനെയാണ് നമ്മള് ഇത് ഞാൻ പറഞ്ഞ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. കൗമാരകാലത്ത് നമ്മൾ ഈ ഐഡന്റിറ്റിയെ, വ്യക്തിത്വത്തിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാനുള്ള ടാസ്കിലാണ്.
അപ്പോൾ ഈ പെട്ടെന്ന് കിട്ടുന്ന സ്റ്റിമുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ കൂടുതൽ ശക്തമായിട്ട് നമ്മളെ സ്വാധീനിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മളിവിടെ സെൻസർഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് ചിലത് ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊക്കെ കുറച്ചുകൂടെ ഒരു മൈൻഡ് അപ്ലൈ ചെയ്യേണ്ടതാണ്. അത് പല സ്വാധീനങ്ങളിൽ ഇതിലൊക്കെ ഓരോരുത്തർ കയറിയിരിക്കുക, വരുന്ന കണ്ടാലായി കണ്ടില്ലെങ്കിലായി ഇതൊക്കെ. പക്ഷെ ബേസിക്കായിട്ട് തീർച്ചയായിട്ടും ഒരു നോംസിന്റെ അതീതമായിട്ടുള്ള ഒരു വയലൻസ് റിപ്പീറ്റഡ് ആയിട്ട് ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു കൗമാരപ്രായത്തിലുള്ള ഒരുത്തൻ്റെ മനസ്സ് വെച്ച് അവരെല്ലാവരും ക്രിമിനൽസ് ആവില്ല. അപ്പം അതിൽ ഒരു നല്ല വിഭാഗത്തിന് ഒരു ക്രിമിനൽ ആക്റ്റുകളോട്, കുറ്റകൃത്യങ്ങളോടുള്ള ആ വിപ്രതിപത്തി, ഇപ്പം രാജേഷിന് പറഞ്ഞതുപോലുള്ള അല്ലെങ്കിൽ എനിക്ക് തന്നെ ഉള്ള ആ വിപ്രതിപത്തി ഉണ്ടാവത്തില്ല. ഇറ്റ്സ് ഓക്കെ എന്ന് തോന്നുന്നു. ഇറ്റ്സ് ഓക്കെ എന്ന് തോന്നിയാൽ ഞാൻ വൈ നോട്ട് ഐ എന്നുള്ളത് അടുത്ത ചോദ്യമാണ്. ഈ ഇറ്റ്സ് ഓക്കെ എന്ന് വിചാരിക്കുന്ന സ്റ്റേജിൽ നിന്നാണ് വൈ നോട്ട് ഐ വരുന്നത്. ഈ വൈ നോട്ട് ഐയെ തടയാൻ കൂടുതൽ പാടാണ്. പക്ഷേ ഇറ്റ്സ് ഓക്കെ എന്ന് തോന്നിപ്പിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ സിനിമയായാലും മറ്റ് ദൃശ്യ സൃഷ്ടികളായാലും ലിറ്ററേച്ചർ ഓൾസോ ചില പുസ്തകങ്ങൾ, ഞാൻ അതേഴ്സിന്റെ പേരൊന്നും പറയാം, ഈവൻ ഇൻ മലയാളം, അതൊക്കെ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. ഗ്ലോറിഫൈ, അത് ഗ്ലോറിഫിക്കേഷൻ നല്ലൊരു സ്കിൽഡ് റൈറ്റർ ആണെങ്കിൽ ഗ്ലോറിഫിക്കേഷൻ എന്ന് പറയുന്ന രീതിയിലല്ലാതെ, പക്ഷെ വാട്ട് ഹാപ്പൻസ് ഈസ് എ ഗ്ലോറിഫിക്കേഷൻ. ബിക്കോസ് ആ ഒരു ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഒരു വേർഡ് സബ്ലിമിനൽ മെസ്സേജ്, അപ്പോൾ അത് എഴുത്തുകാരൻ തന്നെ അവനൊരു തോന്നൽ വരണം. ഇപ്പം ഞാൻ ഒരു പ്രസംഗം ചെയ്യുന്നു, ഒരു ആക്ട് ചെയ്യുന്നു, ഒരു പ്രസംഗം ചെയ്യുന്നു, ഒരു സന്ദേശം പകരുന്നു, അതിൻ്റെ എഫക്റ്റ് ഞാൻ പറയുന്നത് ചിലപ്പം രണ്ട് വശവും നോക്കുമ്പോൾ ശരിയായിട്ട് ബാലൻസ്ഡ് ആയിരിക്കും, പക്ഷെ അത് റിസീവ് ചെയ്യുന്ന ആളിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള ഒരു കൺസിഡറേഷൻ കൂടെ കലാകാരനും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കല ആത്മാവിഷ്കാരത്തിൻ്റെ അന്നതുപോലെ തന്നെ ഒരു നന്മയുടെയും ഹ്യൂമനിസത്തിൻ്റെയും കൂടെ ഒരു വിഷയമാണ്. അത് സിനിമയൊക്കെ ആണെങ്കിൽ ഭയങ്കര പവർഫുൾ മീഡിയ ആണ്. പിന്നെ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ കലാ സാംസ്കാരിക രംഗത്തും വിദ്യാഭ്യാസത്തും പാരന്റിങ്ങിലും ഒക്കെ ഉള്ള ഒരു ശ്രദ്ധ പതിപ്പിക്കാൻ ഉള്ള സമയം അതിക്രമിച്ചു. ഒരു ശ്രമമെങ്കിലും എല്ലാവരും ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ. അതെ. ഈ കുട്ടിക്കാലത്ത് തന്നെ ഈ കുറ്റവാസനകളെ തിരിച്ചറിയാൻ പറ്റുമോ സാർ? അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ കുട്ടികളെ? പഠന സമയത്ത് തന്നെ നമുക്കിതിനെ കണ്ടെത്തി കറക്റ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ എനിക്ക് തോന്നുന്നത് അതൊരു 50-50 സിറ്റുവേഷനാണ്. ഒരു 50% ചിലപ്പം നേരത്തെയുള്ള കോണ്ടാക്ട് ഡിസോർഡേഴ്സ് കാണും, അങ്ങനെയൊക്കെയുള്ള ചില ഇൻഡിക്കേഷൻ. ഫോർ എക്സാമ്പിൾ, ചില കുട്ടികൾ ക്രൂവൽറ്റി ടു അനിമൽസ് ഞങ്ങൾ പറയുന്ന ഒരു കോണ്ടാക്ട് ഡിസോർഡറാണ്. ആവശ്യമില്ലാതെ ഒരു പൂച്ചയെ കണ്ടാൽ വാലിലെടുത്തിട്ട് അടിക്കുക, പിന്നെ കോഴിയെ കണ്ട ഉടൻ കഴുത്തി പിടിച്ചിരിക്കുക, ഇങ്ങനെ ചെറുപ്രായത്തിൽ ചെയ്യുന്ന പിള്ളേരുകൾ. ദാറ്റ്സ് വൺ ഓഫ് ദി. പിന്നെ ഫയർ സെറ്റിംഗ്, ആർസൺ എന്ന് പറയുന്നത്, ചുമ്മാ പോയി തീ കത്തിക്കുക, ഇങ്ങനെയുള്ള കോണ്ടാക്ട് ഡിസോർഡേഴ്സ് ഉള്ള ഒരു കുട്ടികൾ കാണും. മിക്കവാറും അതൊരു ഡിസ്ഫങ്ഷണൽ ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടിയായിരിക്കും. അതൊന്നും. പിന്നെ രണ്ടാമത്, അവർ തന്നെ ഒരുപാട് സഫർ ചെയ്ത കുട്ടികളായിരിക്കും ചിലർ. അതിൻ്റെ ഒരു റിയാക്ഷനായിട്ട് കാണിക്കുന്നത്. ഇങ്ങനെയുള്ള ചില കോണ്ടാക്ട് ഡിസോർഡേഴ്സിന്റെ സൂചന ചില കുട്ടികളിൽ കാണും. ഇവനുണ്ടായിരുന്നോ നമുക്കറിയില്ല, ഇതൊന്നും ആരും റിപ്പോർട്ട് ചെയ്യത്തില്ലല്ലോ, പറയാൻ പറ്റത്തില്ല, അങ്ങനെ കാണും. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത ഒരു ഐഡിയൽ കുട്ടിയായിട്ട് വളർന്നു വന്ന ഒരുത്തൻ ചിലപ്പോൾ പിൽക്കാലത്ത് വരുന്ന കൗമാരകാലത്ത് മാത്രം കിട്ടുന്നതല്ല, പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ്, സമപ്രായക്കാരെ ലഹരിശീലം, അതുമായിട്ട് ബന്ധപ്പെട്ട കൊക്കൈനൊക്കെ റിലീസിങ് അഗ്രസീവ് ബിഹേവിയർ എന്നാണ് പറയുന്നത്. അത് അങ്ങനെയൊക്കെ കിട്ടുന്ന രണ്ടാമത്. ആ കൂട്ടരെ നമുക്ക് അപ്പോഴറിയാൻ പറ്റത്തില്ല. കാര്യം ഒരു മറ്റു രീതിയിലൊരു സ്വഭാവ വൈകല്യം കഴിഞ്ഞ് മാത്രമേ കുറ്റകൃത്യം സംഭവിക്കാവൂ എന്നുള്ള ഒരു റൂള് നമുക്ക് വയ്ക്കാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ പറയുന്ന ഒരു പകുതി കുട്ടികളിൽ എന്തെങ്കിലും സൂചനകളാണ്. ഒന്നാമത് സാമൂഹ്യ ബന്ധങ്ങളില്ലാതെ
ഒരുപാട് പിയർ ഗ്രൂപ്പ് ഇല്ലാത്തതാണ് ഇന്നത്തെ കുട്ടികളുടെ ഒരു അത് ഈ കോവിഡൊക്കെ വന്നപ്പോൾ അത് വളരെ കൂടി കേട്ടോ. അങ്ങനെയൊക്കെ വരുന്ന കുട്ടികളിലാണ് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അത് കൂടുതൽ. മറ്റത് എന്തായാലും പിള്ളേരുടെ ഇടയിൽ ഇരുന്ന് കാണിച്ചാലും രണ്ടൂന്ന് ചെറുക്കന്മാര് തിരി അടി കൊടുക്കുന്ന ചിലപ്പോൾ വർക്ക് ചെയ്യും കേട്ടോ. ഇപ്പൊ എൻ്റെ ഗ്രാൻഡ് ചൈൽഡാണെങ്കിൽ അവനൊരു സോഷ്യൽ കോണ്ടാക്ട്സ് ഇല്ല, ഉണ്ട്, പക്ഷെ ഞാനൊക്കെ ഉണ്ടായിരുന്ന കാലത്തുള്ളതിനേക്കാൾ എത്രയോ കുറവാണ്. പ്രൊമോട്ട് ചെയ്യാനും നമുക്ക് പറ്റുന്നില്ല, അതിനുള്ള സാഹചര്യവും ഇല്ല. പിന്നെ അടുത്തുള്ള കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പലർക്കും താല്പര്യവും ഇല്ല, രക്ഷകർത്താക്കൾക്ക് ഇഷ്ടമല്ല. അങ്ങനെയൊക്കെയുള്ള കാര്യം ഇതെല്ലാം ഈ പഠിത്തത്തിൻ്റെയും അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളിൽ മാത്രം വെച്ച് പോകുന്നു. ആക്ച്വലി നമ്മൾ എല്ലാ കുട്ടിയും കമ്പൽസറി ആയിട്ട് പണ്ട് നമുക്ക് ഈ NCC അതൊക്കെ കുറേയൊക്കെ കോമാളിത്തരായിരുന്നെങ്കിലും അതിലൊക്കെ കിട്ടുന്ന ഒരു ലെവലിംഗ് ഉണ്ടായിരുന്നു. ആ ലെവലിംഗ് കുട്ടികൾക്ക് നടക്കുന്നില്ല. പിന്നെ വീടും ഞാൻ സ്കൂളിൽ പോയി അവിടെ ഒരു തെമ്മാടിത്തരം കാണിച്ച അന്ന് വൈകുന്നേരം അത് ഒന്നും അല്ലെങ്കിൽ ഒരു പ്യൂണിൻ്റെ കയ്യിൽ സാർ ഒരു ലെറ്റർ കൊടുത്ത് അച്ഛൻ്റെ അടുത്ത് എത്തും, അടിയും കിട്ടും. ഈ സ്കൂൾ ഒരു കണ്ടിന്യൂറ്റി ഇല്ല. സ്കൂളും വിദ്യാലയവും പിന്നെ വീടും തമ്മിലുള്ള യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല. ഒരു PTA എന്ന് പറയുന്നത് കെട്ടിടം പണിയുക, കിണറിന് ഇത് കെട്ടുക, ഇത് ബസ് വാങ്ങിക്കുക എന്നുള്ളതിനപ്പുറം ഒരു ഇന്റർ ആക്ഷൻ ബിറ്റ്വീൻ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് വേറെ ഒരു കാര്യത്തിൽ നടക്കുന്നില്ല. ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് അത് നൈസർഗികമായ ഒരു കൊച്ചു കാലമായിരുന്നു. ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഇല്ലായിരുന്നു. ഈ ചെറുക്കനെ സാറ് വിചാരിക്കും ഈ അങ്ങേര് പാവം കൂലിവേല ചെയ്ത് എൻ്റെ മകനെ അയക്കുന്നു, അവൻ നല്ല ഒരുത്തനായിട്ട് വരണം, നീ ഇത് കാണിക്കുവാടാന്ന് പറഞ്ഞാണ് ചെവി പിടിക്കണത് കേട്ടോ. ആ ചെവി പിടുത്തം ചെയ്യുന്ന ഒരു അധ്യാപകൻ ഇന്നില്ല. അയാള് വിട്ടിട്ട് പോണു, എനിക്കെന്താ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തീർന്നു. എല്ലാ പ്രൊഫഷൻസും നശിച്ചു. പക്ഷെ ഏറ്റവും നശിച്ച 2 പ്രൊഫഷൻസ് എന്നെ വേദനിപ്പിക്കുന്നത്, ഒന്ന് അധ്യാപകൻ്റെ റോളാണ്, ടീച്ചിങ്. രണ്ടാമത് നഴ്സിങ്. അത് ഞാൻ പറയുന്നില്ല, ഇതിൻ്റെ ഔട്ട് ഓഫ് കോണ്ടക്സ്റ്റ്. ഈ 2 പ്രൊഫഷനിൽ വന്ന ഡിറ്റീറിയേഷനാണ്. ഞാൻ ഡോക്ടർമാരുടെ പ്രൊഫഷൻ പോയി, മീഡിയയുടെ ഇത് പോയി. പക്ഷെ എല്ലാത്തിനേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട 2, ഒന്ന് വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുള്ള അധ്യാപകൻ്റെ റോളങ്ങ് പോയി. നഴ്സിംഗ് പ്രൊഫഷൻ അത് എനിക്കറിയാം, വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് അറിയാം, അതിപ്പോൾ പറയുന്നില്ല. അപ്പോൾ ഈ അധ്യാപകനെ വീണ്ടെടുക്കുക, കുടുംബത്തിലെ കമ്മ്യൂണിക്കേഷൻ വീണ്ടെടുക്കുക, ഈ ഒരു റെസ്പോൺസിബിൾ പാരന്റിങ് വിത്ത് ഒരു എത്തിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ഒരു ധാർമ്മികതയുടെയും ഹ്യൂമനിസത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ഒരു പാരന്റിങ് വീണ്ടെടുക്കുക. നമ്മൾ വീണ്ടെടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് നഷ്ടപ്പെട്ടു പോയി. കിച്ചണില്ല, കിച്ചണിലില്ല, എല്ലാവരും പങ്കെടുക്കുന്ന കിച്ചണില്ല, അവിടെ ഉണ്ടാക്കി എല്ലാവരും ഇരുന്ന് കഴിക്കുന്ന ഇതില്ല, ഓരോരുത്തരും ഇഷ്ടമുള്ളത് സെപ്പറേറ്റ് സ്വിഗ്ഗിയിൽ വരികയാണ്. സോ വി ഹാവ് ലോസ്റ്റ് ആ ഒരു ഇന്റർ കണക്ട് വീണ്ടെടുക്കണ ഒരു വലിയ ടാസ്ക്കാണ്. പക്ഷെ അതില്ലെങ്കിൽ നമ്മൾ വളരെ ഈ പയ്യൻ്റെ ഇത് എന്നെ ഒരുപാട് ഒലച്ചു കേട്ടോ. കാരണം ഞാനൊരുവിധം ക്രൈമിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, എനിക്കൊരു സ്പെസിഫിക് ഇൻട്രസ്റ്റ് ഇല്ല, പക്ഷെ ഞാൻ സർക്കംസ്റ്റൻസ് ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ക്രിമിനൽ കേസുകളിലെ മെൻ്റൽ ഹെൽത്ത് ബാക്ക്ഗ്രൗണ്ട് ഞാൻ ചെയ്യേണ്ടി വന്നു ആ ഒരു പീരീഡ്. അത് എന്നെ കൊണ്ട് കുറേ ചെയ്തിട്ടുണ്ട് ഞാൻ. പക്ഷെ എന്നിട്ട് പോലും പക്ഷെ ഞാൻ പറഞ്ഞതാണ്, അവൻ്റെ മാനസികാവസ്ഥ ഒരു ചിത്തഭ്രമത്തിൻ്റെ കള്ളിയിൽ വരുന്നില്ല, ഒരു പ്യുവർ സോഷ്യോപാത്തിക് പേഴ്സണാലിറ്റിയിൽ വരുന്നത്. പക്ഷെ അതിൻ്റെ ചില ട്രൈറ്റ് അവനുണ്ടായിരുന്നിരിക്കും. പിന്നെ സംഭവിച്ചത് അവന് കിട്ടിയ എന്തോ ചില ബാഡ് മോഡലിംഗ്, ക്രൈമിനെ ഗ്ലോറിഫൈ ചെയ്യുന്നതും ക്രൈമിൽ കൂടെ ഉള്ള ഒരു ലിബറേഷൻ ആയിരിക്കും അവൻ ചിലപ്പോൾ ഉദ്ദേശിച്ചത്. അങ്ങനെ ഞാൻ പറഞ്ഞോട്ടെ, ക്രൈമിൽ കൂടെയുള്ള ഒരു എലിവേഷൻ, ഒരു സാൽവേഷൻ, അതായിരിക്കും അവൻ ഉദ്ദേശിച്ചത്. ഏതായാലും ഭയങ്കര ഒരു സംഭവം. ഒടുവിലായിട്ടൊരു ചോദ്യം കൂടി സാർ. ശരി. ഈ ഉമ്മ അറിഞ്ഞില്ല, എല്ലാ ദിവസവും കാണുന്ന മകനാണ്, പക്ഷെ അവനൊരു അപകടകാരിയായി നിൽക്കുന്നു എന്ന് ഉമ്മ അറിഞ്ഞില്ല. അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അവൻ ഏറ്റവും സ്നേഹിക്കുന്ന അനിയൻ അറിഞ്ഞില്ല, അവന്റെ ഉമ്മ അറിഞ്ഞില്ല, അവന്റെ കാമുകി അറിഞ്ഞില്ല, ഇങ്ങനെ ഒരു ഇന്റൻഷൻ അവനുണ്ടെന്ന്. അപ്പോ ഇതിപ്പോ ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. അതെ,
പൊതുജനത്തിന് സംഭവിക്കാം. ഇങ്ങനെ ഒരു കുറ്റവാളിയായിട്ട് നമ്മള് കൊണ്ടു കിടക്കുന്ന ഒരുത്ത എങ്ങനെയാണെന്ന് നമ്മൾ അറിയുന്നില്ല. അപ്പൊ ഇതിനെന്തെങ്കിലും വാർണിംഗ് സൈൻസ് ഉണ്ടോ സാർ? നമുക്ക് തിരിച്ചറിയാനുള്ള എന്തെങ്കിലും ഒരു വാർണിംഗ് സൈൻ? അപ്പോ നമുക്കൊരു പ്രിക്കോഷൻ എടുക്കാൻ പറ്റുമല്ലോ. അത് അങ്ങനത്തെ ഒരു, ഞാൻ പറഞ്ഞ ഈ സൂചനകളുണ്ട്. അവൻ സാധാരണ ഉള്ളതിനേക്കാളും അവന്റെ ഇന്ററാക്ഷൻസ് കുറയുന്നു, അവൻ കൂടുതൽ സെക്ലൂഡഡ് ആകുന്നു, പിന്നെ അവൻ ഫ്രീക്വന്റ് ആയിട്ട് സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതൽ മുങ്ങുന്നു, ഡിസപ്പിയർ ചെയ്യുന്നു, വരുന്നു. പിന്നെ അവൻ പൊതുവെ ഒരു ഇറാറ്റിക് ആകുന്നു, അവന്റെ ലൈഫ് സ്റ്റൈലില് താളങ്ങളില്ലാത്ത രീതിയിലാകുന്നു. പിന്നെ ഓഫ്കോഴ്സ് അവനെ വാച്ച് ചെയ്യുമ്പം പിന്നെ ഡിസ്റ്റേർഡ് ആണോ എന്ന് അറിയാനായി, പിന്നെ ലഹരി ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇപ്പം രാജേഷ് പറഞ്ഞ പോലെ എൻ്റെ ടീമിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാള് ഇങ്ങനെയാണോ അല്ലേന്ന്, പക്ഷെ നമ്മൾ ക്ലോസ് ആയിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. പക്ഷെ ഈ അമ്മ അറിയാത്തത് ചിലപ്പം അമ്മയ്ക്ക് എന്തെങ്കിലും ഇതുപോലെ പിന്നെ ഈ അവർക്ക് ഭയങ്കര കടബാധ്യതയൊക്കെ ഉണ്ടായിരുന്നാ പറയുന്നത്. അതിന്റെയൊക്കെ ഒരു ഷാഡോയില് അവരുടെ ആ ഒരു ഒബ്സർവേഷൻ കപ്പാസിറ്റി ഒക്കെ മാറിയതാണോ? കൊച്ചു ചെറുക്കൻ ചിലപ്പോൾ അറിഞ്ഞു കാണത്തില്ല, ഇവൻ കൊണ്ടുപോയല്ലേ നമുക്ക് വാങ്ങിച്ചു കൊടുക്കും, പയ്യനത് മതിയായി. ആ ഒരു ഘട്ടത്തില് ഒരു മനഃശാസ്ത്ര ചികിത്സ കിട്ടിയാൽ അയാളെ ഈ കുറ്റകൃത്യത്തിൽ നിന്ന് നമുക്ക് പിന്മാറ്റാൻ പറ്റുമോ സാർ? അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടോ? എനിക്ക് തോന്നുന്നത് ക്ലോസ് ആയിട്ട് എന്റെ സഹോദരനോ അല്ലെങ്കിൽ എന്റെ ഒരു സുഹൃത്തോ ഇത്തരം ഒരു അവസ്ഥയിൽ നിൽക്കുന്നു. എനിക്ക് തോന്നുന്ന ഒരു 1/3 ആളുകളിൽ, ഇങ്ങനെ ഒരു 100 പേര് വന്നെന്ന് വെച്ചോ, അതിൽ 1/3 ആളുകളിൽ പിന്നെ സാധിക്കും. 1/3 ആളുകളിൽ കുറ്റകൃത്യം പൂർണ്ണമായിട്ട് തടയാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ എവിടെയെങ്കിലും വെച്ച് അതിൻ്റെ ഒരു തീവ്രത കുറയ്ക്കാനുള്ള ഒരു ഇന്റർവെൻഷൻ 1/3 ആളുകളിൽ, ഈവൻ സൈക്കാട്രിസ്റ്റോ സൈക്കോളജിസ്റ്റോ ആർക്ക് ആയാലും ഒന്നും ചെയ്യാനും പറ്റത്തില്ല. കാരണം ഇതിന്റെ വഴികള് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഇതാണ്. ഒരു കുറ്റത്തിന്റെ വഴികള് ഞാൻ നേരത്തെ പറഞ്ഞ അത് തന്നെയാണ് ഞാൻ പറയുന്നത്. മാനസിക രോഗത്തിന്റെ വഴികൾ തന്നെ ഭയങ്കര ഡാർക്കാണ് പലയിടത്തും. കുറ്റകൃത്യങ്ങളുടെ വഴികളും ഡാർക്കാണ്, കുറെ ഷാഡോസും ബാക്കി മുഴുവൻ ഇരുട്ടുമാണ്. ഈ രണ്ടും കൂടെ ചേരുമ്പം ഉള്ള അവസ്ഥയാണ് നമുക്ക് ഈ കുറ്റകൃത്യങ്ങളുടെ മാനസിക പശ്ചാത്തലം. ഇപ്പൊ ടി വിയിലൊക്കെ ഓരോന്ന് വന്ന ആളുകൾ പെട്ടെന്ന് പറയുന്നത് അപ്പോഴും പറയണമല്ലോ, കുറെ കാര്യങ്ങൾ പറയണം. അതിൽ പറയുന്നതിൽ കുറച്ച് സത്യമുണ്ട്, കുറെയൊക്കെ പഠിച്ചു പറയുന്നത് തന്നെയാണ്. പക്ഷെ ഒരു പ്രത്യേക കുറ്റവാളിയെ സംബന്ധിച്ചുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നന്നായിട്ട്, അതിന് ഞങ്ങൾക്ക് സൈക്കോളജിക്കൽ ഓട്ടോപ്സി എന്നാണ് പറയുന്നത്. അത് ബോഡി മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതാണ് ഓട്ടോപ്സി എന്ന് പറയുന്നത്. അത് ഫിസിക്കൽ ഓട്ടോപ്സി. അതുപോലെ മനസ്സിനെ മുറിച്ച് ചെയ്യുന്ന ഒരു ഓട്ടോപ്സി, അത് എത്രയോ പ്രാവശ്യം അയാളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ഒബ്സർവ് ചെയ്ത്, പക്ഷെ പലപ്പോഴും ഒരു കുറ്റം വന്നു കഴിയുമ്പോഴാണ് ഇയാള് പിന്നെ എങ്ങനെയൊക്കെ നമ്മൾ നോക്കി വെച്ചാൽ അതിന് മുമ്പ് കണ്ടു ആ സമയത്ത് അയാളുടെ മനസ്സിലൂടെ പോകുന്നത് നമുക്ക് ഊഹിക്കാനേ പറ്റുള്ളൂ. കോടതി അങ്ങനെയാണ് ചെയ്യുന്നത്. അതിന് മുമ്പോ അതിന് ശേഷമോ ഉള്ളത് നോക്കിയിട്ട് അവസാനം ഒരു ജഡ്ജ്മെന്റ് എങ്ങനെയാണ് അത് സംഭവിച്ചതെന്ന് പറയുന്നു. അതൊക്കെ നമ്മളുടെ പരിമിതികളാണ്. പക്ഷെ ഇതിൽ ഇതിൽ ലെസൺ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യത്തിൽ, നമ്മുടെ വിദ്യാലയങ്ങളിലെ ഒരു ഇന്ററാക്ഷൻ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ, അത് റെസ്പോൺസിബിൾ പാരന്റിങ്, റെസ്പോൺസിബിൾ ടീച്ചിങ്, റെസ്പോൺസിബിൾ നോട്ട് ഫോർ മേക്കിംഗ് ദം ബ്രില്യൻറ്റ് അക്കാഡമിക് സ്റ്റുഡൻ്റ് ആയിട്ടല്ല, ഒരു റീസണബിൾ ഒരു സോഷ്യൽ കണക്റ്റഡ്നെസ്സും കോൺഷ്യൻസും, സൊസൈറ്റിയുമായിട്ടുള്ള ഒരു കണക്റ്റഡ്നെസ്സും വേണം, അതിനെപ്പറ്റിയുള്ള ഒരു ഇതും വേണം. പിന്നെ മീഡിയയുടെ റെസ്ട്രിക്ഷൻ വാസ്തവത്തിൽ വേണം. ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. പക്ഷെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിലിംഗ് ഇത്രയും വരുന്നത്, അത് നമ്മൾ ഡീറ്റെയിൽ കുറെ കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഈ വെള്ളത്തിൽ ഇറങ്ങിയവന് കുളിരും മാറിക്കഴിഞ്ഞു എന്ന് പറയുന്ന പോലെ അങ്ങനെ വരും കേട്ടോ. അപ്പോൾ ചില കാര്യങ്ങൾ ഷുഡ് ബി ലെഫ്റ്റ് അൺസെഡ്, ഇൻഡിക്കേറ്റ് ചെയ്യാം. പിന്നെ അതിനപ്പുറമുള്ള ഇത് ഇങ്ങനെയൊക്കെയുള്ള ആരെങ്കിലും ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. ഫിലിമിന്റെ ഇത് സർട്ടൻലി ഐ തിങ്ക് ദർ ഹാസ് ടു ബി ഒരു മെത്തേഡ് ഓഫ് പ്രിവെന്റിങ്. അതൊരു സെൽഫ് റെഗുലേഷൻ ആയിട്ട് ചെയ്യാവുന്ന എത്രയോ നല്ല ഫിലിം മേക്കേഴ്സ് ഉണ്ട്. അവരെല്ലാം കൂടെ ചേർന്ന് ചെയ്യേണ്ടതാണ്. വാസ്തവത്തിൽ ഈ മറ്റ്
കാര്യങ്ങളിൽ ചെയ്യുന്ന എനർജിയെക്കാളൊക്കെ എത്രയോ കൂടുതൽ ഈ എൻ്റെ സിനിമ വളർന്നു വരുന്ന ഒരു കുട്ടിയെ എങ്ങനെ ബാധിക്കുമെന്ന് ചിന്തിക്കാത്ത ഒരു ഫിലിം മേക്കർ, അങ്ങനെ ചിന്തിക്കാത്ത ഇത് വായിക്കുന്ന കുട്ടിക്ക് ബാധിക്കുമെന്ന് വിചാരിക്കുന്ന ഒരു റൈറ്റർ, ഒരു നാടകകൃത്ത്, അതൊരു സമൂഹത്തിൻ്റെ ഒരു അത് തന്നെയാണ്. വളരെ നന്ദി സാർ.